നമ്മളിപ്പോൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത് കണ്ണൂർ ജില്ല തലശ്ശേരി അതിരൂപതയിലെ ചെമ്പേരി ലൂർദ് മാതാ ഫൊറോന ദേവാലയ മുറ്റത്താണ് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത്. ഇവിടെ ഈ വരും ദിവസങ്ങളിൽ വലിയൊരു ആഘോഷവും വലിയൊരു സംഭവം നടക്കുകയാണ്. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ചെമ്പേരി ലൂർദ് മാതാ ദേവാലയത്തെ ബസിലിക്ക ദേവാലയമായി ഉയർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. അതിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം ഈ ഓഗസ്റ്റ് 14 ഇവിടെ വളരെ പ്രൗഢഗംഭീരമായ പരിപാടികളോടെ നടക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുവാൻ വേണ്ടി ഈ ചെമ്പേരി ഫൊറോന ദേവാലയത്തിൻ്റെ വികാരി വെരി റവറൻ ഫാദർ ഡോക്ടർ ജോർജ് കാഞ്ഞിരക്കാട്ടച്ചൻ ഇപ്പോൾ നമ്മളോട് കൂടെയുണ്ട്. അച്ഛൻ ഇതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നതാണ്. അച്ഛ, ഗുഡ്നസ് ടിവിക്ക് വേണ്ടി അച്ഛനെ ഒത്തിരി സന്തോഷത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ അറിയാൻ സാധിച്ചു ഈ ചെമ്പേരി പ്രദേശമെല്ലാം വളരെ ആനന്ദത്തിലാണ്. അച്ഛൻ്റെ മുഖത്ത് പോലും ആ ഒരു വലിയ എന്തോ സംഭവത്തിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇവിടെ ആൾക്കാരെ കണ്ടപ്പോൾ അവരും വളരെ ആഘോഷത്തിലാണ് നടക്കുന്നത്. എന്താണ് അച്ഛാ ഈ ബസിലിക്ക ദേവാലയം എന്ന് പറയുമ്പോൾ എന്താണ് അത്? സാധാരണ ജനത്തിന് വേണ്ടി അച്ഛനൊന്ന് പരിചയപ്പെടുത്താമോ? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബസിലിക്ക ദേവാലയം എന്ന് ഉദ്ദേശിക്കുന്നത് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ മാർപ്പാപ്പായ്ക്ക് ചില സ്ഥലങ്ങളിലെ പ്രത്യേക സാഹചര്യങ്ങളെ മനസ്സിലാക്കി അത് ബസിലിക്ക ദേവാലയമായിട്ട് ഉയർത്തുകയാണ്. എന്നുവെച്ചാൽ മാർപ്പാപ്പായോടുള്ള ബന്ധത്തെ ആഴപ്പെടുത്തുന്നതിനും സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പായുമായിട്ടുള്ള അഗാധമായ ബന്ധവും സഭയുമായുള്ള ബന്ധത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ബസിലിക്ക പദവി നൽകുന്നത്. ലോകത്ത് 4 മേജർ ബസിലിക്കകളുള്ളത്. അത് 4 റോമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബാക്കി വരുന്ന ബസിലിക്കകൾ മൈനർ ബസിലിക്ക എന്നറിയപ്പെടുന്നത്. ചെമ്പേരിക്ക് പരിശുദ്ധ പിതാവ് നൽകിയിരിക്കുന്നത് മൈനർ ബസിലിക്ക എന്ന പദവിയിലേക്കാണ് മാർപ്പാപ്പ ഉയർത്തിയിരിക്കുന്നത്. അപ്പോൾ അച്ഛാ, ഇതിൻ്റെ ആഘോഷ പരിപാടികൾ 14 പറഞ്ഞല്ലോ. എന്തൊക്കെയാണ് ഇതിൻ്റെ പരിപാടികൾക്ക് വേണ്ടി ഇപ്പോൾ ഇവിടെ ഒരുക്കങ്ങളൊക്കെ നടന്നിരിക്കുന്നത്? പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ പേരിലുള്ള ദേവാലയമാണ്. ആ ദേവാലയത്തെയാണ് പരിശുദ്ധ പിതാവ് ബസിലിക്ക പദവിയിലേക്ക് ഉയർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പരിശുദ്ധ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളായ സ്വർഗാരോഹണ തിരുനാൾ അനുബന്ധിച്ചാണ് നമ്മുടെ ബസിലിക്കയിലേക്ക് ഈ ദേവാലയത്തെ ഉയർത്താൻ വേണ്ടി അഭിവന്യ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവ് അതിനെ രൂപവൽക്കരിച്ചിരിക്കുന്നത്. 11 ഞായറാഴ്ച, ഓഗസ്റ്റ് 11 ഞായറാഴ്ച നവീകരിച്ച ദേവാലയത്തെ അഭിവന്യ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവ് അതിനെ കുദാസ് ചെയ്ത് സമർപ്പിക്കുകയാണ്. തുടർന്ന് 12ഉം 13ഉം വിജിൽ ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുകയാണ്. എന്ന് വെച്ചാൽ കൂടുതൽ പ്രാർത്ഥിക്കുവാനും തമ്പുരാൻ നന്ദി പറയാനുമുള്ള 2 ദിവസം ദൈവം നൽകുന്ന വലിയൊരു മഹത്വത്തിന് സാക്ഷികളാൻ പോവുകയാണ്. അപ്പം അതിനു മുമ്പായിട്ട് ജനം ഈ ഇടവകാ സമൂഹം എല്ലാവരും ഒരുങ്ങുന്ന നിമിഷത്തിലാണ് 2 ദിവസം 11ഉം 12ഉം. അങ്ങനെ 11 തിങ്കളാഴ്ചയും 12 ചൊവ്വാഴ്ചയും ആ ദിനങ്ങളായിട്ട് കാണുന്നു. തുടർന്ന് 14 നമ്മുടെ സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിപ്പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഈ മലബാർ റീജിയനുള്ള മുഴുവൻ ബിഷപ്സും ഒരുമിച്ച് കൂടിയാണ്. 14 ബിഷപ്പുമാരുടെ സാന്നിധ്യത്തിൽ വിശുദ്ധ കുർബാനയുടെ മധ്യേ സിറോ മലബാർ സഭയുടെ പരമാധ്യക്ഷൻ മാർ റാഫേൽ തട്ടിപ്പിതാവ് അതിനെ ബസിലിക്ക പദവിയിലേക്ക്, ഈ ദേവാലയത്തെ ബസിലിക്ക പദവിയിലേക്ക് ഉയർത്തുകയാണ്. അതാണ് പിറ്റേ ദിവസം നമുക്കറിയാം 15 പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ. അത് പ്രത്യേകമായിട്ട് ഞങ്ങൾ അതൊരു താങ്ക്സ് ഗിവിങ് ഡേ ആയിട്ട് ആചരിക്കുകയാണ്. ഞങ്ങൾക്ക് ഏവർക്കും അഭിമാനമായ ഈ ചെമ്പേരി ഇടവകയുടെ പുത്രനായ ബെൽത്തങ്ങാടി ബിഷപ്പ് അഭിവന്യമാർ ലോറൻസ് മുക്കുഴിപ്പിതാവിൻ്റെ നേതൃത്വത്തിൽ അന്ന് ഒരു വിശുദ്ധ കുർബാന അർപ്പിച്ച് അതിനെ ഒരു നന്ദിയുടെ ദിവസമായിട്ട് 15 ഞങ്ങൾ ആഘോഷിക്കുകയുമാണ്. അപ്പോൾ താങ്ക് യു അച്ഛാ. ഇത് വളരെ സന്തോഷം തോന്നുന്നു. കാരണം ഈ ചെമ്പേരി അറിയപ്പെടുന്നത് തന്നെ ചെമ്പേരി മാതാവെന്ന് ഒക്കെ വിശേഷിപ്പിക്കുന്ന ഒരു വിശേഷണം പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയിട്ടുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ആ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണത്തിൻ്റെ തലേ ദിവസം തന്നെ ഇത് ആ വലിയ പദവിയിലേക്ക് ഉയരുകയും പിറ്റേ ദിവസം നന്ദി സൂചകമായി വിശുദ്ധ ബലി അർപ്പിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെ അച്ഛാ ഈ മാതാവുമായിട്ടുള്ള ആ ബന്ധം എങ്ങനെയാണെന്ന് അച്ഛനൊന്ന് സൂചിപ്പിക്കാമോ? ചെമ്പേരി പ്രദേശം ഒരു കുടിയേറ്റ മേഖലയാണ്. 1927 മുതലാണ് കുടിയേറ്റം മലബാറിലേക്ക് ആരംഭിക്കുന്നത്. കുടിയേറിയ ജനം ഇവിടെ വന്നപ്പോൾ പള്ളിയില്ലായിരുന്നു. അന്ന് കോഴിക്കോട് രൂപതയുടെ പള്ളിയിലാണ് ആശ്രയിച്ചിരുന്നത്. വായാട്ടുപറമ്പും അതുപോലെ തന്നെ മടമ്പത്തും ഉണ്ടായിരുന്നു.
വിശുദ്ധ കുർബാന കാണാൻ വേണ്ടി ഒക്കെ പോയിരുന്നു. പക്ഷേ അവർ മലബാറിൽ കുടിയേറി പാർത്തപ്പോൾ അവരുടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളൊന്നും നഷ്ടപ്പെടുത്തിയില്ല. പരിശുദ്ധ കുർബാന പോലെ തുല്യമായിട്ട് അന്ന് മലബാറിൽ കയറിയ വിശ്വാസികൾ എന്നും പരിശുദ്ധ അമ്മയുടെ ആ വലിയ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. ആ വലിയൊരു അനുഭവം ഉണ്ടായിരുന്നു. 47 അന്നുണ്ടായിരുന്ന 10-18 കുടുംബങ്ങൾ ഒരുമിച്ച് ചേർന്ന് അവർ ആദ്യമായിട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ അവർ അന്ന് ബലിപീഠത്തിനരികെ വെച്ചിരുന്നത് പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ രൂപമായിരുന്നു. ആ രൂപത്തിൽ വെച്ചാണ് പിന്നീട് ഇതിനെ 1953 ഇടവക ദേവാലയമായി ഉയർത്തിയപ്പോൾ ആ ലൂർദ് മാതാവിൻ്റെ പേര് തന്നെ ഇട്ട് അന്ന് ആരംഭിച്ചതാണ് പരിശുദ്ധ അമ്മയോടുള്ള ഈ അഗാധമായ ഭക്തിയും ആദരവും. അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നു വെച്ചാൽ പരിശുദ്ധ അമ്മയുടെ സജീവമായ ഒരു ഇടപെടൽ ഈ ഇടവക രൂപീകരണത്തിന് ഉണ്ടായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ അമ്മയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഒരു വലിയ നന്ദിയും ആദരവും കൂടിയാണ് ഈ ഓഗസ്റ്റ് 15 തൊട്ട് മുമ്പ് 14 ഇതിൻ്റെ ആ വലിയ പദവി ബസിലിക്ക പദവി പ്രഖ്യാപനം നടത്തുകയും പിറ്റേ ദിവസം പരിശുദ്ധ അമ്മയോടെ ചേർന്ന് സ്വർഗ്ഗപിതാവിന് കൃതജ്ഞതാ ബലി അർപ്പിക്കുകയും ചെയ്യുന്നു. അത്ര വളരെ പ്ലാനിലായിട്ട് ചെയ്തിരിക്കുന്നു. അച്ഛൻ ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇതൊരു വലിയ വിശ്വാസത്തിൻ്റെയും ദൈവ സാന്നിധ്യത്തിൻ്റെയും ഒരു പ്രഘോഷണവും കൂടിയാണ് ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. സ്വർഗത്തിൻ്റെ വലിയൊരു കയ്യൊപ്പുള്ള ഒരു ഇടവക തന്നെയാണ് ഇത്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യവും ഇടപെടലും ഇതിന് ഓരോ നിമിഷങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് ഭൗതികമായും അതോടൊപ്പം തന്നെ ആത്മീയമായ ഒരുക്കങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുവെന്നാണ് ബഹുമാനപ്പെട്ട അച്ഛനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ആ 14-ാം തീയതി ഈ ദേവാലയം ബസിലിക്ക ദേവാലയമായി ഉയർത്തപ്പെടുന്ന ആ മഹനീയ സാന്നിധ്യത്തിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ഗുഡ്നസ് TV പ്രേക്ഷകർക്ക് ഒരു വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത കൂടെ ഞങ്ങൾ അറിയിക്കുകയാണ്. 11, 14, 15 തീയതികളിലെ മുഴുവൻ പ്രോഗ്രാമും തത്സമയം നിങ്ങൾക്ക് കാണുവാനുള്ള സൗകര്യം ഗുഡ്നസ് TV ഒരുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്തവർക്ക് ഭവനങ്ങളിലിരുന്ന് കാണുവാനുള്ള അവസരമുണ്ട്. ആ ഭാഗ്യ നിമിഷവും നമ്മൾ ഒരുക്കുന്നതായിരിക്കുമെന്ന് കൂടെ അറിയിക്കുന്നു. ഗുഡ്നസ് TVക്ക് വേണ്ടി ക്യാമറാമാൻ ജോൺസണോടൊപ്പം ബേബി, കണ്ണൂർ.